ഹലോ എവരിവൺ, വെൽക്കം ടു കരിയർ മേക്കർ. നമുക്ക് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന OACLൻ്റെ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. OACL എന്ന് പറയുമ്പോൾ ദ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ എന്നാണ് ഓഗസ്റ്റ് 1 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് എന്ത് നോക്കാം, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. എന്നോട്ടാ 2 മുതൽ 17 വരെ എന്ത് വന്നേക്കുന്നത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യം അതിൻ്റെ ഡേറ്റ് വന്നേക്കുന്നത് ഓഗസ്റ്റ് 2 മുതൽ എന്ന് വരെയാണ്. ഓഗസ്റ്റ് 17 വരെ നമുക്ക് 2 തുടങ്ങി 17 നമുക്ക് എന്ത് ലാസ്റ്റ് ഡേറ്റ് വരും. രാത്രി 11:59 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രിലിംസ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 7 പ്രിലിംസ് എക്സാം വന്നേക്കുന്നത്. ആൻഡ് മെയിൻസ് എക്സാം പറഞ്ഞേക്കുന്നതാണ് ഒക്ടോബർ 28 എന്ത് വരുന്നേക്കുന്നത്. അതിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് ഇതിലെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. നമുക്ക് എന്ത് വരാം, മേ ബി ചേഞ്ചസ് ഉണ്ടാവാം. 7 ഡേയ്സിന് മുന്നേ എൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും വരുമെന്നാണ് നോട്ടിഫിക്കേഷൻ അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത് എന്താണ്, ടോട്ടൽ നമുക്ക് വേക്കൻസി നോക്കാം. ടോട്ടൽ വേക്കൻസി നമുക്ക് വരുന്നത് എത്രയാണ്, 500 വേക്കൻസി നമുക്ക് ടോട്ടൽ വരുന്നത്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് ഓൾ ഓവർ ഇന്ത്യ എന്ന ഒരൊറ്റ കോമൺ റിക്രൂട്ട്മെൻറ്റ് അല്ല, സ്റ്റേറ്റ് വൈസ് റിക്രൂട്ട്മെൻറ്റ്. എക്സാമൊക്കെ ഒരു ഡേറ്റ് തന്നെയായിരിക്കും, പക്ഷേ എന്താണ് സ്റ്റേറ്റ് വൈസ് ആണ് റിക്രൂട്ട്മെൻറ്റ് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം എത്രയാണ് 37 വേക്കൻസീസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ടോട്ടൽ വേക്കൻസി. അപ്പോൾ അതിനകത്ത് ജനറൽ OBC അതേപോലെ SC/ST EWS ഇതിനകത്ത് വേക്കൻസീസ് എല്ലാം അതിനകത്തെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര വേക്കൻസിയാണ് വന്നേക്കുന്നത്, 37 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റിനും ചേർന്ന് നമുക്ക് എത്ര വേക്കൻസി വന്നേക്കുന്നത്, 500 വേക്കൻസി നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നാഷണാലിറ്റി അതുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏജിൻ്റെ കാര്യം. ഏജ് നമുക്ക് എന്താണ്, മിനിമം 21 ഇയേഴ്സ് മാക്സിമം 30 ഇയേഴ്സ് നമുക്ക് എന്ത് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം SC/STക്ക് ആണെങ്കിൽ 5 ഇയേഴ്സ്, അതേപോലെ OBCക്ക് 3 ഇയേഴ്സ്, അതേപോലെ എന്താണ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മിനിമം 21 ഇയേഴ്സ് മാക്സിമം 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ അവർ മെൻഷൻ ചെയ്തേക്കുന്നത് എന്താണ് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ മാത്രം, എനി ഗ്രാജുവേറ്റ് ക്യാൻ അപ്ലൈ എന്ന് അവർ പറഞ്ഞേക്കുന്നത്. അതിൽ എത്ര പെർസെൻറ്റേജ് വേണമെന്നൊന്നും അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, 31/7/2025 മുന്നേ എന്തായിരിക്കണം, അവർ പാസ്സായിരിക്കണം. അതായത് ലാസ്റ്റ് സെം പഠിക്കുന്ന ആൾക്കാർക്കോ ഫൈനൽ ഇയറിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 31/7/2025 മുന്നേ എന്തായിരിക്കണം, അവർ ഈ ഡിഗ്രി ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അവർ എന്തായിരിക്കണം, പാസ്സായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ എക്സാം പാറ്റേണും അതേപോലെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് വേണ്ടത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് എങ്ങനെയാണ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, മെയിൻ അവർ സെലക്ഷൻ പ്രോസസ്സ് അവർ എടുക്കുന്നത്. പ്രിലിംസ് നമുക്ക് പാറ്റേൺ നമുക്ക് സെയിം തന്നെയാണ്. ഇംഗ്ലീഷ് നമുക്ക് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 20 മിനിറ്റ് ആണ് വന്നേക്കുന്നത്. അതേപോലെ റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. ആൻഡ് മാത്സ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. അപ്പോൾ ടോട്ടൽ ഏകദേശം 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 60 മിനിറ്റ്. അതായത് 1 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ് നമുക്ക് നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട്. ശരിക്കും 1 മാർക്ക് തെറ്റും 0.25 വെച്ച് നമുക്ക് എന്ത് വരുന്നത്, നെഗറ്റീവ് മാർക്കിംഗ് എല്ലാം വരുന്നത്. അത് കഴിഞ്ഞ് മെയിൻസിലോട് എത്തുമ്പോൾ നമുക്ക് അവിടെ എത്ര സെക്ഷനാണ് വരുന്നത്, 5 ടെസ്റ്റ് സെക്ഷൻസ് നമുക്ക് വരുന്നത്. 5 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ടൈം. റീസണിങ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ടൈം. അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് ടൈം. നെക്സ്റ്റ് കമ്പ്യൂട്ടർ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 15 മിനിറ്റ് ടൈം. ലാസ്റ്റ് ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക് 15 മിനിറ്റ് ടൈം. അങ്ങനെ ടോട്ടൽ ഏകദേശം 200 ക്വസ്റ്റ്യൻ 250 മാർക്ക് 120 മിനിറ്റ്സ്. അതായത് 2 hours കൊണ്ട് നമുക്ക് എന്ത് ചെയ്യായിരിക്കും, നമുക്ക് എക്സാം കംപ്ലീറ്റ് ആവും. അത് നമുക്ക് മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത പെനാൽറ്റിയുടെ കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഇതിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ്
റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ്, അല്ലെങ്കിൽ LPT, ലോക്കൽ പ്രൊഫഷൻസി ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ മെയിൻസ് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരിക്കും, ഒരു LPT ഉണ്ടായിരിക്കും. LPT എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് വൈസ് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് എന്താ വരുന്നത്, മലയാളം നമുക്ക് റീജിയണൽ ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ തമിഴ്നാട് വയ്ക്കുന്ന ആൾക്കാർക്ക് ചെന്നൈ തമിഴ് ബേസ്ഡ് എന്ത് കാണും, ഒരു LPT കാണും. അതേപോലെ കർണാടക വയ്ക്കുന്ന ആൾക്കാർക്ക് കന്നഡ ബേസ്ഡ് ക്വസ്റ്റ്യൻ കാണും, ഒരു എക്സാം കാണും. അതാണ് ഈ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് അല്ലെങ്കിൽ LPT കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ LPT ഇതിനകത്ത് ഇത് ജസ്റ്റ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്, ദ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് വിൽ ബി എ ക്വാളിഫയിങ് നേച്ചർ ഉള്ളി എന്നാണ് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. അത് നമുക്ക് എന്ത് ചെയ്യത്തില്ല, നോ സ്കോർസ് വിൽ ബി അലോട്ടഡ് ഫോർ ദ സെയിം. അതായത് ഫൈനൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയായിട്ട് അത് എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ സ്കോർ അവർ എന്ത് ചെയ്യത്തില്ല, നോക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ എന്തിൻ്റെ മാത്രമേ നോക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്, ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ്റെ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, നോക്കത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഡേറ്റും കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞായിരുന്നു. നമുക്ക് ഓഗസ്റ്റ് 2 മുതൽ 17 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ പ്രിലിംസ് നമുക്ക് എന്താ സെപ്റ്റംബർ 7 വരുന്നത്, മെയിൻസ് ഒക്ടോബർ 28 വരുന്നത്. പിന്നെ മറ്റ് കാര്യങ്ങളും ഡേറ്റും ഏജും കാര്യങ്ങളും നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കരിയർ മേക്കർ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.